ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമ ബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा. फ्रेंड्स, भारत और वियतनाम का बायलैटरल ट्रेड पिछले 1 दशक में डबल होकर $16 बिलियन तक पहुंच चुका है. 2030 तक इसे $25 बिलियन तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരു വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിങ്ങിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNet നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ECNet ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത്. ECNetലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2ാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പാൽമാർ അടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു. About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I'm happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർ ഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർപേഴ്സൺ ആയതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണ് മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേയ് വിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമ ബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.